ഹായ്, വെൽക്കം ബാക്ക് ടു സി കോർണർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗ്രീൻ ടീ ഫേഷ്യലാണ്. അപ്പോൾ ഗ്രീൻ ടീ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിന് എത്രമാത്രം നല്ലതാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഗ്രീൻ ടീ കൊണ്ട് ഒരു 3 സ്റ്റെപ്പ് ഫേഷ്യൽ, നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്യുന്നത് പോലെ തന്നെ 3 സ്റ്റെപ്പുള്ള ഒരു അടിപൊളി ഗ്രീൻ ടീ ഫേഷ്യലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഗ്രീൻ ടീ ഫേഷ്യൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫേസിലുള്ള പിമ്പിൾസ്, മാർക്കുകൾ, ഹൈപ്പർ പിഗ്മെന്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോകാന്നുള്ളതാണ്. നമ്മുടെ ഫേസിലുള്ളത് മാത്രമല്ല, നമ്മുടെ നെക്കിലുള്ള, നമ്മുടെ കഴുത്തിന് ചുറ്റുമുള്ള കറുത്ത പാടുകൾ ഉൾപ്പെടെ എല്ലാ തരം മാർക്കുകളും പോയിട്ട് നമ്മളുടെ സ്കിൻ നല്ല ബ്രൈറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രീൻ ടീ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 സ്റ്റെപ്പ് ഗ്രീൻ ടീ ഫേഷ്യൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കിൻ നല്ലതുപോലെ ബ്രൈറ്റ് ആകുക, അതുപോലെ തന്നെ നമ്മളുടെ സ്കിൻ നല്ല ഫ്ലോലെസ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സംസാരിച്ച് സമയം കളയാതെ നമ്മളുടെ ഓരോ സ്റ്റെപ്പുകളായിട്ട് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പം ഞാൻ എന്താ ഇതുപോലെ 2 ടീ ബാഗുകൾ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തേക്കുന്നത്, ഇതിലേക്ക് ഞാൻ നമ്മുടെ ഗ്രീൻ ടീ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റ് നമുക്ക് ഈ വെള്ളത്തിലേക്ക് കിട്ടണം. ആ ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റും അതുപോലെ തന്നെ ഈ ടീ ബാഗിനകത്തുള്ള ഇതിൻ്റെ ഈ റെസിഡ്യൂവും എല്ലാം കൂട്ടിയിട്ടാണ് നമ്മൾ ഈ 3 സ്റ്റെപ്പ് ഫേഷ്യൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് റെഡി ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ ഗ്രീൻ ടീ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഫേഷ്യൽ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു തേയിലയും അതുപോലെ തന്നെ ഈ ഒരു ഗ്രീൻ ടീയും നമുക്ക് ഈ ഒരു ഫേഷ്യലിന് വേണ്ടിയിട്ട് ആവശ്യമാണ്. ഏതൊരു ഫേഷ്യലും പോലെ തന്നെ നമ്മളുടെ ഈ ഫേഷ്യലിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ ഫേസ് വാഷ് ഉപയോഗിച്ച് വാഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്നാലും ഒന്നും കൂടി ഒന്ന് ക്ലെൻസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതുപോലെ കുറച്ച് തൈരാണ്. അപ്പോൾ തൈരും ഗ്രീൻ ടീയും കൂടെ കൂടിയിട്ടുള്ളതാണ് നമ്മൾ ഈ ഒരു ക്ലെൻസർ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു തൈരിലേക്ക് ഞാൻ ഇതുപോലെ 1 ടീസ്പൂൺ ഗ്രീൻ ടീ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതാണ് നമ്മളുടെ ക്ലെൻസർ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, തൈര് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ബ്ലീച്ച് ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുള്ള സൺ ടാന്, അതുപോലെ എന്തെങ്കിലും പിഗ്മെന്റേഷൻ, അതൊക്കെ മാറാനായിട്ട് ഈ ഒരു തൈര് നല്ലതാണ്. അതേസമയം ഗ്രീൻ ടീയും ഇതുപോലെ പിഗ്മെന്റേഷൻ പോകാനായിട്ട്, നമ്മുടെ സ്കിന്നിന് നല്ല കളർഫുൾ ആവാനായിട്ട്, അതായത് ബ്രൈറ്റൻ ചെയ്യാനായിട്ട്, കളർ കൂടാനായിട്ട് ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നാൽ ഡബിൾ എഫക്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ ക്ലെൻസർ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ ഫേസ് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നല്ലൊരു തുണി വെച്ചിട്ട് തുടച്ചെടുക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഒന്ന് വെള്ളം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ മതി. ഫേസ് വാഷ് ഒന്നും ഉപയോഗിക്കരുത്. വെറുതെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കഴുകി കളയുക, അത്ര മാത്രമേ ചെയ്യാവുള്ളൂ. അപ്പം ഞാനിതൊന്ന് ഓടിപ്പോയി വാഷ് ചെയ്തിട്ട് വരാം. എൻ്റെ ഫേസ് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പായി ക്ലെൻസിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏതൊരു ഫേഷ്യലും പോലെ തന്നെ സ്ക്രബിംഗ് ആണ്. അപ്പോൾ സ്ക്രബിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞത് ഇത് നമ്മുടെ സാധാരണ പഞ്ചസാരയാണ്. തരിയുള്ള പഞ്ചസാര വേണം കേട്ടോ ഇതിനായിട്ട്. ആദ്യം എടുത്തിരുന്ന ആ ഒരു ടീ ബാഗിലെ ആ മിച്ചം വന്ന ആ ഒരു ടീ പൗഡറാണ് ഞാൻ സ്ക്രബിന് വേണ്ടിയിട്ട് അടുത്തത് എടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ടീ പൗഡർ നമ്മളുടെ പഞ്ചസാരയിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. മുഴുവനും വേണമെന്നില്ല കേട്ടോ, കുറച്ച് മതി. അപ്പോൾ പഞ്ചസാരയും നമ്മൾ ടീ പൗഡറും കൂടി നമ്മുടെ സ്ക്രബിനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഇട്ട് വേണമെങ്കിൽ നമുക്ക് സ്ക്രബ് ചെയ്യാം, പക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ ഇതിലേക്ക് കുറച്ച് ഗ്രീൻ ടീയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ കുറച്ച് മാത്രമേ ആഡ് ചെയ്യാവുള്ളൂ. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി വെള്ളം പോലെ ആയി കഴിഞ്ഞാൽ നമുക്ക് സ്ക്രബ് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ നമ്മുടെ സ്ക്രബ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പായ സ്ക്രബിങ്ങും കഴിഞ്ഞു. സ്ക്രബിന് ശേഷം ഞാൻ എൻ്റെ ഫേസ് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്ത് വെള്ളമൊക്കെ തുടച്ച് മാറ്റിയിട്ട് വന്നിരിക്കുകയാണ്. ഇനി നമ്മൾക്ക് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പായ ഫേസ് മാസ്കിലേക്ക് കടക്കാം. ഫേസ് പാക്കിന് വേണ്ടിയിട്ട് ഞാൻ നമ്മൾ മുന്നേ എടുത്ത ആ ഒരു ടീ ബാഗ്, നമ്മുടെ കയ്യിൽ മിച്ചം ഉണ്ടായിരുന്ന ആ ഒരു ടീ ബാഗിനകത്തെയും നമ്മളുടെ ആ ഒരു ഗ്രീൻ ടീയുടെ ആ ഒരു തേയില അത് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. നമ്മളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മാക്സിമം അത് മുഴുവനായിട്ടും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ 2 ടീ ബാഗിനകത്ത് നമുക്ക് ഇത്രയും
പൊടിയാക്കി ഇട്ടിരിക്കുന്നത്. ഇനി നമ്മളെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാൻ എടുക്കുന്നത് മുൾട്ടാണി മിട്ടിയാണ്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം മുൾട്ടാണി മിട്ടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഫേസ് പാക്കിലേക്ക് ഇതിന് പുറമെ നിങ്ങൾക്ക് വേണമെങ്കിൽ അലവേര ജെല്ല്, നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള അലവേര ജെല്ല് കിട്ടുന്നുണ്ടെങ്കിൽ അതുകൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം എൻ്റെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള അലവേര ജെല്ല് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ഇനി നമുക്കത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ഗ്രീൻ ടീ ഉപയോഗിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫേസ് മാസ്ക് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റോളം നമുക്കിത് നമ്മുടെ ഫേസിൽ വെക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇത് വാഷ് ചെയ്ത് കളയാനായിട്ട്. ഞാനിതിൽ അലോവേര ജെൽ ഇടാനായിട്ട് പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മുൾട്ടാണി മിട്ടി കുറച്ചൊരു ഡ്രൈയിങ് സൈഡാണ്. അപ്പോൾ ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ കുറച്ച് അലവേര ജെല്ലും കൂടെ ഇതിന്റെ കൂടുതൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ആളുകൾക്കും ഇത് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ തൈരിന് പകരം നമുക്ക് വേണമെങ്കിൽ തുടക്കത്തിൽ ക്ലെൻസിങ്ങിന്റെ സമയത്ത് നമുക്ക് തൈരിന് പകരം റോസ് വാട്ടർ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ പഞ്ചസാരയും ഗ്രീൻ ടീയും ചേർത്ത് നമുക്ക് സ്ക്രബ് ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒന്നും ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻസ് പറയാനുള്ളത്. എല്ലാവരും നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഈ ഒരു ഫേഷ്യൽ ചെയ്ത് നോക്കുക വീട്ടിൽ തന്നെ. നമുക്കിപ്പോൾ പുറത്തൊന്നും പോകാൻ പറ്റത്തില്ല, കൊറോണയൊക്കെയാണ്. അപ്പോൾ നമുക്ക് പുറത്ത് ബ്യൂട്ടി പാർലറിലോ ഒക്കെ ഒന്നും പോയി നമ്മുടെ സ്കിൻ കെയർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് പുതിയ ഓരോ ഫേഷ്യലൊക്കെ ആയിട്ട് നമ്മുടെ ഈ ലോക്ക്ഡൌൺ കോവിഡ് സമയമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം. എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും വീട്ടിൽ തന്നെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ഫേഷ്യൽ നമ്മൾ മാസത്തിൽ 3 തവണ മാത്രം ചെയ്താൽ മതിയാകും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടൊരു ബ്രൈറ്റനിങ് കാണും. അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിലൊക്കെയുള്ള ചുളിവുകളും കഴുത്തിൽ വരുന്ന ആ ഒരു ഡാർക്കായിട്ടൊരു എന്താ പറയുന്നത്, കഴുത്തിങ്ങനെ കറുത്ത് വലിയ ചില ആളുകൾക്ക് ആ വരുന്ന ആ ഒരു പാടുകൾ, ആ പിഗ്മെന്റേഷനും ഒക്കെ അടിപൊളിയായിട്ട് മാറി കിട്ടും. അതുപോലെ ചില ആളുകൾക്ക് ഈ നെറ്റിയുടെ 2 സൈഡിലായിട്ട് പിഗ്മെന്റേഷൻ വരും. അങ്ങനത്തെ പിഗ്മെന്റേഷനും എല്ലാം മാറി കിട്ടുന്ന ഒരു സൂപ്പർ ഈസി ഫേഷ്യലാണിത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാനിതൊരു 20 മിനിറ്റ്സിന് ശേഷം വാഷ് ചെയ്തിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളുടെ ഗ്രീൻ ടീ ഫേഷ്യലിന്റെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പൊ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത്. വീണ്ടും നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. See you in the next video. Till then, take care. Bye-bye.